ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മുടെ മാത്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർവൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റർവൽസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ കാര്യം അറിയണം. അതായത് ഇൻ്റഗ്രേഷൻ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഡെഫിനിറ്റ് ഇൻ്റർവൽസിൽ വരുന്നത്. അപ്പോൾ നമ്മളതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഡെഫിനിറ്റ് ഇൻ്റർവൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റർവൽസ്. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്നാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എടുക്കുവാണ്. നമ്മൾ എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറയുവാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ്, അതായത് ഫൈ ഓഫ് രണ്ട് പോയിൻറ്റ്സ് ബി യു എയും എടുക്കുകയാണെങ്കിൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് ഏതിൻ്റെ, എഫ് ഓഫ് എക്സിൻ്റെ ബിറ്റ്വീൻ യുവർ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് പറയും, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ. ക്ലിയർ? സിമിലർലി നമ്മൾ പറയുവാണെങ്കിൽ രണ്ട് ഫങ്ഷൻസ് എടുക്കുവാണ്. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ഇനി മുതൽ ഡെഫിനേഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ക്ലിയർ? ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിമിറ്റ് ഓഫ് ഒരു സെർട്ടൻ സം, അല്ലെ ഒരു സെർട്ടൻ സമ്മിൻ്റെ ലിമിറ്റാണ്. നമുക്കിത് ചെയ്യാൻ അറിയാം. എന്തായാലും ആദ്യം അപ്പർ ലിമിറ്റ്, പിന്നെ മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3, 2x എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ ബൈ 2 മൈനസ് 3x, 0 മുതൽ 1 വരെ. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ 1/3 പ്ലസ് 2/2, അതായത് 1 തന്നെ, മൈനസ് 3 × 1 3, മൈനസ് ഇതെല്ലാം 0 തന്നെ വരും. അപ്പോൾ 1/3 മൈനസ് 2, അപ്പോൾ എത്ര കിട്ടും, മൈനസ് 5/3 ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അതുപോലെ 0 to π/2 cos x dx. അപ്പോൾ ഇൻ്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് വിൽ ബി സൈൻ എക്സ് അല്ലേ. സൈൻ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ, 0 മുതൽ π/2 വരെ. സോ ആൻസർ വിൽ ബി സൈൻ π/2 മൈനസ് സൈൻ 0. അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോ ലിമിറ്റ്. അപ്പോൾ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 1. സോ ആൻസർ വിൽ ബി 1. ശരിയല്ലേ? ഇനി സിമിലർലി നമ്മൾ ഇതുപോലെ ഓരോ ലിമിറ്റും നമുക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് നോക്കണം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഡിഫറെൻ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 6/6, എക്സ് റേസ് ടു 3/3, 0 മുതൽ 1 ചെയ്യുക. 0 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം 0 ഇപ്പോൾ 1/6 പ്ലസ് 1/3, അതായത് 9/18, അതായത് 1/2. ശരിയല്ലേ? അപ്പോൾ ഇതുമാണ് നമ്മൾ ഓരോ പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എടുത്ത് നോക്കൂ, 0 to π/2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നതെങ്കിലോ, നമുക്ക് സ്ക്വയർ ഒന്നും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 0 to π/2 സൈൻ സ്ക്വയർ എക്സിനെ മാറ്റണം. എങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാൽ യു ചേഞ്ച് ഇറ്റ് ആസ് 1 മൈനസ് കോസ് 2x/2. ഈ നമ്മുടെ ട്രിഗണോമെട്രി നല്ല തറവായിരിക്കണം കേട്ടോ. ട്രിഗണോമെട്രി തറവായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അത് തറവാക്കി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം 0 to π/2 1 മൈനസ് കോസ് 2x dx 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ, ഇത് ഡിഫറൻസ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് മൈനസ് സൈൻ 2x/2 0 to π/2. 0 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പൈ മാത്രമേ വേണ്ടൂ അല്ലേ. അപ്പോൾ എക്സിന് വരെ π/2 മൈനസ് സൈൻ 2 ഇൻറ്റു π/2 ഡിവൈഡഡ് ബൈ 2. സോ ഇറ്റ് വിൽ ബി ഹാഫ് ഇൻറ്റു π/2 മൈനസ് സൈൻ പൈ. സൈൻ പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, സൈൻ പൈ എന്ന് പറഞ്ഞാൽ സൈൻ 180, അത്ര 0 അല്ലേ. അപ്പോൾ ആൻസർ വിൽ ബി π/4. ക്ലിയർ? അപ്പോൾ ട്രിഗണോമെട്രി ഫോർമുലകൾ അപ്ലൈ ചെയ്യലാണ് മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതാം. ഇനി ഇതിന് പകരം കോസ് സ്ക്വയർ എക്സ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേണ്ടി വരും, 1 പ്ലസ് കോസ് 2x/2 വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്താൽ ആൻസർ വരിക π/4 തന്നെയാണ് വരിക കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിക്കോ വെറുതെ. ഇൻ്റഗ്രൽ ഇത് സെയിം ഇൻ്റഗ്രൽ
കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിന് വേറെ ഇത് കൊടുക്കുക 1 + cos 2x/2 കൊടുക്കുക. അപ്പോൾ ആൻസറും π/4 തന്നെയാണ് വരുന്നത്. ചെയ്ത് നോക്കിക്കോ. ഓക്കെ. സിമിലർലി 0 to π/3 cos 4x × cos x dx എന്താണ് വരിക? നമ്മൾ മറ്റേ പ്രൊഡക്റ്റ് ഫോമിൽ എടുക്കണം. cos c cos d എടുക്കണം അല്ല. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് എന്ത് എഴുതണം? cos c + d/2 അതായത് cos a cos b. അപ്പോൾ cos a + b/2 അല്ലേ, പ്ലസ് അതുപോലെ cos a - b ഹാഫ് ഇൻറ്റു ഇതല്ലേ ഫോർമുല, ഹാഫ് ഇൻറ്റു cos c + d/2 ഇൻറ്റു അല്ല പ്ലസ് c - d/2. അപ്പോൾ cos 5x + cos 3x. പിന്നെ ബാക്കി ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ഹാഫ് ഇവിടെ നിന്നെടുത്ത് ഇൻ്റർവൽ അപ്ലൈ ചെയ്യണം അല്ലേ. ഇതിൻ്റെ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? sin 5x / 5 അതുപോലെ cos 3x sin 3x / 3. ഇതിനെ 0 to π/3 വെച്ച് ഇൻ്റഗ്രൽ ചെയ്യുക 1/2. ഓക്കെ, അങ്ങനെ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ. ആൻസർ -√3/20. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്ന ഫോർമുലയാണ് നമ്മൾ കറക്റ്റായിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോകൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഡെഫിനിറ്റ് ഇൻ്റർവലായാലും എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം. വേറെ നിങ്ങൾ ഫോമുല നോക്കിക്കോ. 0 to π/3 cos ക്യൂബ് 3x. ഈ cos ക്യൂബൊക്കെ വന്നാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റേണ്ടത് cos 3x വെച്ചിട്ടായിരിക്കും. കാരണം ആ ഒരു ടേമിലെ cos 3x വരുന്നുള്ളൂ അല്ലേ. എന്താണ് cos 3x? 4 cos ക്യൂബ് x - 3 cos x. ഇതിൻ്റെ അകത്ത് നിന്ന് cos ക്യൂബ് x മാത്രം എഴുതുമ്പോൾ എന്ത് വരും? cos 3x + 3 cos x / 4 അല്ലേ. അപ്പോൾ ഇവിടെ ഇതിന് വേറെ എന്ത് ചെയ്യുക? ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സാധാ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 2/3 വരണം. ഓക്കെ, ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോ. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ് എല്ലാതും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളാണ് കാണിച്ചു തന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ പോലെ വി ആർ ഹാവിങ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 to e log x dx ആണെങ്കിലോ നമ്മൾ ആദ്യം ഇത് ഇൻ്റർവൽ ചെയ്യേണ്ടത്. ഇൻ്റർവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നമ്മൾ ആദ്യം ലിമിറ്റ് അവിടെ നിൽക്കട്ടെ. ആദ്യം ഇൻ്റർവൽ ചെയ്യുമ്പോൾ എന്താ? ഇൻ്റർവൽ ഓഫ് log x dx എന്താണ്? ഇത് ചെയ്തവർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തു. എന്താണ്? x log x - x ആണ്. ഇൻ്റർവൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? x ഇത് അറിയുവാണെങ്കിൽ പ്രശ്നമേ ഇല്ല. പെട്ടെന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. x log x - x 1 to e. അപ്പോൾ എന്ത് പറ്റും? e log e - e -1 log 1 -1. അപ്പോൾ എന്ത് കിട്ടും? e log e എന്ന് പറഞ്ഞാൽ ഈ സാധനം e log e എന്ന് പറഞ്ഞിട്ട് വേണത്. എൻ്റെ ആൻസർ എത്രയാണ്? അതിൻ്റെ ആൻസർ e തന്നെയാണ്. ഓക്കെ, അപ്പോൾ e - e മൈനസ് log 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 - 1. സോ ആൻസർ വിൽ ബി e - e 0. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻസർ എത്ര വരും? 1. ക്ലിയർ. അതുപോലെ log e to the base e എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ log 1 to the base e എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ രണ്ട് റിസൾട്ട് നോക്കുക. കാരണം ഈ സാധനം എഴുതിയിരിക്കുന്നത് ഈ ലോഗീൻ്റെ ബേസിലാണ് കേട്ടോ. ലോഗീൻ്റെ ബേസിലാണ്. അതും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം തരുവാണ്. sec square x / 1 + tan square x എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എടുക്കണം? ഇവിടെ u അപ്ലൈ ചെയ്യണം. ഇത് u എന്ന് കൊടുത്താൽ എത്ര? u = 1 + tan x. അപ്പോൾ du എന്ത് വരും? ഇറ്റ് വിൽ ബി sec square x dx. ശരിയല്ല. അപ്പോൾ sec square x dx എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? sec square x എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? du/dx. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും? 0 to π/4 du/u. ക്ലിയർ. എന്നിട്ട് നമ്മൾ ബാക്കി നേരത്തെ അന്ന് ചെയ്ത പോലെ ചെയ്യുക. ലാസ്റ്റ് ആൻസറിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്പുറം മൈനസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ സെയിം പ്രൊസീജിയറാണ്. ഇൻ്റർവൽ തറവാണെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റർവലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചെറിയ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. എങ്ങനെയായാലും നമുക്കിത് കറക്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിളിന് 0 to π/4 tan x dx ആണെങ്കിലോ ആദ്യം ഇൻ്റഗ്രൽ tan x ആണ്. എന്താണ്? log sec x ആണ്. അപ്പോൾ log sec x എവിടെ തൊട്ട് അവിടെ വരെ? 0 to π/4 വരെ.
So it will be log sec pi by 4 minus log 0. Log sec 0. അല്ലേ, log sec pi by 4 എന്ന് പറഞ്ഞാൽ log root 2 മൈനസ് log sec log 1. അപ്പോൾ ആൻസർ ഇത് കിട്ടും log root 2 അല്ലേ. അപ്പം log 1 എന്ന് 0 അല്ലേ, അപ്പോൾ ആൻസർ എന്ത് log root 2. ക്ലിയർ. നമുക്ക് ഇൻ്റഗ്രേഷന് ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ ഇത് കറക്റ്റ് തറവായിരിക്കണം. നമ്മുടെ ട്രിഗണോമെട്രിയും കാര്യങ്ങളും തറവായിരിക്കണം. ലാസ്റ്റ് ട്രിഗണോമെട്രിയും തറവായി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനും തറവായിരിക്കണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൽ ആ വാല്യൂസ് പുട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്ര വരെയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിന് വേറെ വഴികളൊന്നുമില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഏരിയ ആൻഡ് വോളിയമാണ്. ഓക്കെ, ഇത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ ആൻഡ് വോളിയം. അപ്പം ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കർവ്, ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ കർവ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഓക്കെ, ഇങ്ങനെയാണ് കർവ് എങ്കിൽ നമ്മൾ ഏരിയ ഇൻക്ലൂഡ് ചെയ്യുന്നു. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ രണ്ട് ടേം എൻ്റെയും ബിൻ്റെയും ഇടയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയ എന്ത് വരുന്നു പറഞ്ഞാൽ ഏരിയ വിൽ ബി എ ടു ബി വൈ ഡി എക്സ്. ക്ലിയർ. ഏരിയ ഇസ് ബൗണ്ടഡ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. വേർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. ആ എഫ് ഓഫ് എക്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. വൈ എന്തും ആവാം, വൈ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ഈസ് ഈക്വൽ ടു 2x + 3 ആണെന്ന് വിചാരിക്കും. നമ്മളിതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ അണ്ടറിലുള്ള ഏരിയ അറ്റ് യുവർ ഇൻ ദ എക്സ് ആക്സിസ്, ഇതാണ് ഇൻ ദ എക്സ് ആക്സിസ് അറ്റ് കോർഡിനേറ്റ്സ് എക്സ് ഈക്വൽ ടു 1, 3. 1, 3ൻ്റെ ഇടയിലുള്ള ഏരിയ കാണാൻ പറഞ്ഞാൽ എങ്ങനെ കാണും, ഇൻ്റഗ്രൽ 1 to 3 2x + 3 dx അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും, ഇറ്റ് വിൽ ബി x² ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ x². അപ്പം 2 × x²/2, അപ്പോൾ 2 2 കട്ടാവും. അപ്പോൾ x² + 3x 1 to 3. So answer will be 3². 3² 9 + 9 minus of 1 + 3. So 18 - 4. So answer will be 14 square meter square. ക്ലിയർ. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതേപോലെ തിരിച്ചും വരാം. എന്താണ്, ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, ദ വൈ ആക്സിസ്, ആൻഡ് at y equal to a and y equal to b is given by a is equal to integral a to b x dy, where x equal to a function of y. Clear. അപ്പോൾ for example find the area bounded by the curve x equal to y² - 2y at y is equal to 1, 2. ഏരിയ എങ്ങനെ കാണും, ഇൻ്റഗ്രൽ 1 to 2 y² - 2y dy. ശരിയാണല്ലോ. അപ്പോൾ എത്ര വരും, y³ / 3 - y². കാരണം 2 × y²/2 എന്ന് പറഞ്ഞാൽ y². 1 to 2 ഇൻ്റഗ്രൽ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 2³ എന്ന് പറഞ്ഞാൽ 8/3 - 4 minus of 1/3 - 1. So it will be 8 - 12 -4/3 -4/3 വരും അല്ലേ, 2/3. 1/3 - 1 -2/3, അപ്പോൾ +2/3. സോ ആൻസർ വിൽ ബി -2/3. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഒക്കെ എടുക്കുമ്പോൾ പോസിറ്റീവ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും, 2/3 m². ക്ലിയർ. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ രണ്ട് ഏരിയ, അപ്പോൾ എന്ത് ഏരിയ ആണെന്ന് ചോദിച്ചാലും പ്രശ്നമല്ല. ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b x dy എന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b y dx.
ഏതാണ് ആക്സിസ് എന്ന് നോക്കാം. എഫ് ഓഫ് എക്സോ അല്ലെങ്കിൽ എഫ് ഓഫ് വൈ ആണോ എന്ന് നോക്കാം. ക്ലിയർ. ഇനി രണ്ട് കർവ് തരുവാന്ന് വിചാരിക്കും. ഇഫ് രണ്ട് കർവുകൾ എഫ് ഓഫ് എക്സ് ആൻഡ് ഫൈ ഓഫ് എക്സ് ഇൻ്റർസെക്സ് അറ്റ് ദ പോയിൻറ്റ്സ്. ഏതൊക്കെ പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ്? അറ്റ് ദ പോയിൻറ്റ്സ് ഹൂസ് അബ്സിസെ ആർ എയും ബിയും, എ ആൻഡ് ബി, ദെൻ the area enclosed between the curve is equal to എന്താണ് വരിക? ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് ഡി എക്സ്. ക്ലിയർ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് ഡി എക്സ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പോൾ നമ്മളിവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് എന്ന് എടുക്കണം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈ ഓഫ് എക്സ് എന്ന് എടുക്കണം. ക്ലിയർ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി അല്ലേ നമ്മൾ പറഞ്ഞാൽ. അപ്പോൾ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ്. സോ നമ്മുടെ വാല്യൂസ് എങ്ങനെയാണ് വരിക? ഇറ്റ് വിൽ ബി നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ. പിന്നെ ഇതിൻ്റെ എയും ബിയും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് മെയിൻ പ്രശ്നം ഇവിടുത്തെ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ എയും ബിയും നമുക്ക് അറിയില്ല, നമ്മൾക്ക് ഏത് പോയിൻറ്റ്സ് എന്നറിയില്ല. അപ്പോൾ എയും ബിയും എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഫ് ഓഫ് എക്സും നമ്മുടെ ഫൈ ഓഫ് എക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിലാണ് കാണുക. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2നെ 0ലേക്ക് കൊടുക്കുക. അപ്പം സോറി എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 അല്ല, എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഈ എൽ എച്ച് നമ്മുടെ ഈ രണ്ട് ഫംഗ്ഷനും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പം എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളത് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുക. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ എയും ബിയും കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് മാറ്റുക. എന്നിട്ട് എക്സ് കാണാം. എക്സ് കാണുമ്പോൾ എന്ത് വരും? 1 + or - 1 + or - 8/2. ഇതിൻ്റെ ഇക്വേഷൻ അറിയില്ല. -a + or - √b² - 4ac/2a. അത് പ്രകാരമാണ് 3/2. സോ ആൻസർ ബി 2 അല്ലെങ്കിൽ -1. ഓക്കെ. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. അതൊക്കെയാണ് -1 മുതൽ 2 വരെ. പിന്നെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഓഫ് ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി x³ - x²/2 - 2x -1 മുതൽ 2 വരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 8/3 - 4/2 - 4 മൈനസ് ഓഫ് -1/3 -1/2 + 2 അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതിന് LCM എടുക്കണം. ഓക്കെ. LCM എടുക്കുമ്പോൾ അടിയിൽ 6 അല്ലേ? × 2 LCM ഒക്കെ അടുത്ത് നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ആൻസർ വിൽ ബി 4.5 മീറ്റർ സ്ക്വയർ അല്ലെ സ്ക്വയർ യൂണിറ്റ്സ് ആണോ നോക്കിക്കോട്ടെ. 4.5. ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് മെത്തേഡ്. നമ്മൾ ആ എയും ബിയും കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇക്വേഷൻ തന്നാലും അതിനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ക്ലിയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നു. 2x + y ഈക്വൽ ടു 1 എന്ന് തന്നു. അത് സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ ഒരു കർവ് തരുവാണ്. y ഈസ് ഈക്വൽ ടു x² - 6x + 4 എന്നൊരു കർവ് തന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഏരിയ എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രൽ a to b എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം y ആണെങ്കിൽ ഇപ്പുറത്തും y ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതും മാറ്റണം. y ഈസ് ഈക്വൽ ടു 2x - 1 ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കണം.
ഓക്കെ. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈവ് ഓഫ് എക്സ് എന്ന് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് എക്സ്. ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ എഫ് ഓഫ് എക്സും ഇതും എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. ശരിയല്ല? അപ്പോൾ എന്ത് വരും, വൈ എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 മൈനസ്, ഇത് 1 മൈനസ് 2x അല്ലേ, വൈ ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 2x ആണ്. ഓക്കെ. അപ്പോൾ 1 മൈനസ് 2x ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 4. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 4 പ്ലസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 1ഉം 3ഉം. ഓക്കെ. അപ്പോൾ ഈ 1ഉം 3ഉം കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ 1ഉം 3 ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര, 1 മൈനസ് 2x. അപ്പോൾ 1 മൈനസ് 2x മൈനസ് ഓഫ് ഇത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 4. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 3 1 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 4. ക്ലിയർ? അപ്പം ഇത് ചെയ്യുക. ബാക്കി നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്തോളൂ കേട്ടോ. 1ഉം 3 എന്നുള്ള സാധനം നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ആൻസർ ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 4/3. മനസ്സിലായോ? പ്രൊസീജിയർ മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയും ബിയും കാണുന്നത്. ഇത് ഏത് പ്രോബ്ലം തന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. എയും ബിയും കാണൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ്. ക്ലിയർ? അപ്പം പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആൻഡ് എക്സ് ആക്സിസ് എന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ടു എക്സ് ആക്സിസ് എന്താണെന്ന് അറിയണം. ഇക്വേഷൻ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ടു എക്സ് ആക്സിസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സും ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, y ഈക്വൽ ടു 0 ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ 0 dx. ക്ലിയർ? ഇനി നമ്മൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് 0 മൈനസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി -1 -1 0 ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും, 1/6 കിട്ടും. ഓക്കെ. അപ്പോൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, 1/6. ഇനി ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ കൊണ്ട് y ഈക്വൽ 0. അതുപോലെ y ആക്സിസ് ആണ് തരുന്നതെങ്കിലോ എക്സ് ഈക്വൽ ടു 0 ആണ് എൻ്റെ ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റ് ചെയ്യണം. ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വരാം. ഓക്കെ. y ആക്സിസ് ആണ് പറയുമെങ്കിൽ നമ്മളൊന്ന് എക്സ് ഈക്വൽ ടു 0 എടുക്കണം. ഓക്കെ. നേരത്തെ ഇപ്പം ഒരു ഏരിയ കൊടുക്കണം, എക്സ് ഈക്വൽ ടു y മൈനസ് 4² വരെയാണ് അബൌട്ട് ഇതാ y ആക്സിസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ള എയും ബി നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. ഇത് ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എയും ബിയും കിട്ടും. അപ്പോൾ 4 ഈക്വൽ ടു y² ഇക്വേറ്റ് ചെയ്താൽ y എന്ന് പറയുന്നത് +or -2 കിട്ടും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഏതൊക്കെയാണ്, -2 to 2. ശരിയല്ലേ? പിന്നെ ഏരിയ ആണ് തരുന്നതെങ്കിൽ നമ്മൾ മറ്റേ ഇക്വേഷൻ എടുത്താലും മതി. എക്സ് ഡി വൈ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, എക്സ് ഡി വൈ, അതെടുത്താലും മതി. കാരണം നമുക്ക് അതും ഇതും ഒരേ സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. അതെടുത്താലും ഇതെടുത്താലും ഒക്കെ സെയിം തന്നെയാണ് കിട്ടുക കേട്ടോ. കാരണം നമുക്ക് ഒറ്റ ഇക്വേഷനിൽ വരുള്ളൂ. കാരണം ഒരെണ്ണം 0 ആയി പോകുമല്ലോ. അപ്പോൾ ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. എ ടു ബി എക്സ് ഡി വൈ അല്ലെങ്കിൽ എ ടു ബി വൈ ഡി എക്സ് വെച്ച് തരും. കാരണം അത് എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് പറയുന്നതുകൊണ്ട്, കാരണം ഇതിൽ ഒരു ടേം 0 ആയി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുത്ത് എന്ത് ചെയ്താൽ മതി. ക്ലിയർ? ഇനി 2-3 ഒരു പോയിൻറ്റ്സ് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങളാണ്. നമ്മൾ ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ദ എക്സ് ആക്സിസ് ഓർഡിനേറ്റ്സ് എവിടെയൊക്കെയാണ്, ഓർഡിനേറ്റ്സ് അറ്റ് എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു ബിയും ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താ, എ ടു ബി വൈ ഡി എക്സ് അല്ലേ. ഇനി രണ്ടാമത്തത് ഇവിടെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈയും അതുപോലെ തന്നെ ദ വൈ ആക്സിസ്
ആൻഡ് ദ അബ്സിസ് ഓർഡിനേറ്റ്സ് അല്ല അബ്സിസ് അറ്റ് y ഈക്വൽ ടു എയും y ഈക്വൽ ടു ബിയും ആണെങ്കിൽ ഏരിയ എന്ത് വരും ഇൻറ്റഗ്രൽ a to b x dy ശരിയല്ലേ. ഇനി രണ്ട് ഏരിയ ഒരു കർവിൽ രണ്ട് ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് തരുവാണെങ്കിൽ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സും y ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ആണ് തരുന്നതെങ്കിൽ ഏരിയ എന്ത് വരും ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് അല്ലേ. ഇനി എയും ബിയും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് ഏതൊക്കെ, എയും ബിയും. ക്ലിയർ. ഇനി ഒരു 2-3 കാര്യങ്ങളൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് 2 ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് വൺ ആർക്ക് ഓഫ് ദ കർവ്. ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് വൺ ആർക്ക് ഓഫ് ദ കർവ് y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണുന്ന ഇൻറ്റഗ്രൽ 0 to π സൈൻ എക്സ് ഡി എക്സ്. പഠിച്ചു പോയാൽ ആദ്യം എങ്ങനെ വന്നാൽ ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ 2x ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 to π/2 സൈൻ 2x ഡി എക്സ്. അതുപോലെ ഇഫ് y ഈസ് ഈക്വൽ ടു സൈൻ 3x ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 to π/3 സൈൻ 3x ഡി എക്സ്. എളുപ്പമല്ലേ പഠിക്കാൻ? കാരണം y ഈക്വൽ സൈൻ എക്സ് വന്നാൽ ഇവിടെ സൈൻ എക്സ് ഏരിയ അവിടെ തൊട്ട് ഒരു ആർക്ക് പറയുന്നതുകൊണ്ട് 0 to π എടുക്കണം. ഇപ്പോൾ 2x ആണെങ്കിൽ π/2 എടുക്കുക, 3x ആണെങ്കിൽ π/3 എടുക്കുക. ബാക്കി ഫംഗ്ഷൻ അതേ സെയിം ഫംഗ്ഷൻ തന്നെ. ക്ലിയർ. അപ്പോൾ അതാണ് നമ്മുടെ ഏരിയാസിനെ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻസിൽ ആദ്യത്തെ കാര്യമായ ഏരിയാസിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ. ഇനി ഇതുപോലെ വോളിയവും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. വോളിയം കുറച്ചേ ഉള്ളൂ, ചെറിയ 2-3 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ള മെയിനായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയാനുണ്ട്. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യും, ഫിനിഷ് ആവും ഓൾമോസ്റ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വോളിയം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ഓർ വൈ ആക്സിസ് പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ വോളിയം കൂടി ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം. പിന്നെ അനലൈസിസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.